അതായത് നിങ്ങളുടെ പല്ലുകളുടെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് നമുക്ക് ഓർത്തോ അല്ലെങ്കിൽ ബ്രേസസ് ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ സമയം എടുക്കും. അതല്ല പല്ലിനെ ക്രൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ നല്ല പല്ലിന്റെ ചുറ്റും നമ്മൾ നല്ലോണം റെഡ്യൂസ് ചെയ്യണം. ഏറ്റവും മിനിമൽ ആയിട്ട് നിങ്ങളുടെ പല്ല് ചെറുതാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചികിത്സാ രീതിയാണ് വെനീർ. ഒരു 3 രീതിയിൽ നമുക്ക് വെനീഴ്സ് ഉണ്ട്. കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോമ്പോസിറ്റ് വെനീഴ്സ് എന്ന സംഭവമുണ്ട്. അതായത് നിങ്ങളുടെ പല്ലിന് നമ്മൾ കാര്യമായിട്ട് പ്രിപ്പയർ ഒന്നും ചെയ്യത്തില്ല, നമ്മൾ ഫില്ലിംഗ് മെറ്റീരിയൽ വെച്ചിട്ടാണ്, കോമ്പോസിറ്റ് എന്ന ഫില്ലിംഗ് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് പല്ലിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് ഒക്കെ ഫില്ല് ചെയ്യുന്നത്. പക്ഷേ അതിന്റെ പ്രോബ്ലം എന്താ വെച്ചാൽ അത് കോസ്റ്റ് എഫക്റ്റീവ് ആണ്, പക്ഷേ കുറെ സ്റ്റെയിൻസ് ഉണ്ടാവാം. ഫുഡിന്റെ ഹാബിറ്റ്സ് അനുസരിച്ച് ചില സ്റ്റെയിനിങ് വരാം പല്ലിന്റെ ഫില്ലിംഗ് മെറ്റീരിയൽ ആയതുകൊണ്ട്. ഇനി അതല്ല നിങ്ങൾക്ക് ലോങ് സ്റ്റാൻഡിംഗ് ആയിട്ട് ഒരു നല്ല രീതിയിൽ വെനീർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോർസിലിൻ വെനീർ ചെയ്യാം. പോർസിലിൻ വെനീർ ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷേ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അത് ഒരിക്കലും സ്റ്റെയിൻ പിടിക്കത്തില്ല. അത് കുറച്ചുകൂടെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ഓപ്ഷൻ ആണ്. ഇനി അതല്ല നോ പ്രെപ്പ് വെനീഴ്സ് എന്ന സംഭവമുണ്ട്. അതായത് നിങ്ങളുടെ ടൂത്ത് ഒട്ടും പ്രിപ്പയർ ചെയ്യില്ല. കാരണം വെനീഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു 0.5 to 0.9 mm തിക്നെസ് ഉള്ള ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നോ പ്രെപ്പ് എന്ന് പറയുമ്പോൾ ടൂത്ത് പ്രിപ്പയർ ചെയ്യത്തില്ല. ചെറിയ തിക്നെസ്സിലുള്ള വെനീഴ്സ് നിങ്ങളുടെ ആ ടൂത്തിലേക്ക് നമ്മൾ ബോണ്ട് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷെ അതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ പല്ലുകൾ ചിലപ്പോൾ കുറച്ചൊരു ബൾക്കി ആയിട്ട് തോന്നാം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പല്ലുകൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പല്ലിന്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെനീർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി നിങ്ങളുടെ ഫോട്ടോസ് അയക്കാനുള്ള ഒരു ലിങ്ക് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. കമന്റിൽ വെനീർ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ആ ഫോട്ടോ സെൻഡ് ചെയ്യാനുള്ള ഒരു ലിങ്ക് അയച്ചു തരാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ പല്ലുകളുടെ ഫോട്ടോ കണ്ടിട്ട് നിങ്ങൾക്ക് വെനീർ ചെയ്യാൻ പറ്റുമോ, അതല്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഓപ്ഷൻസിലൂടെ നിങ്ങളുടെ സ്മൈല് കറക്റ്റ് ആക്കാൻ പറ്റുമോ എന്ന് നമുക്ക് പറയാൻ പറ്റും.